ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു യുവാവുമായി സംസാരിക്കാനിടയായപ്പോൾ ആ യുവാവ് എന്നോട് പറഞ്ഞു, എൻ്റെ ഇടവക ഒരു കൊച്ചിടവകയാണ്. ആ കൊച്ചിടവകയിൽ 9 പെൺകുട്ടികൾ അന്യമതസ്ഥരെ വിവാഹം ചെയ്തു പോയി. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, അവരുടെ ഒട്ടുമിക്ക പേരുടെയും ആങ്ങളമാർ പെണ്ണ് കിട്ടാതെ നിൽക്കുകയാണ് എന്ന് ചേർത്ത് വെച്ചു. ഏതാനും നാളുകൾ കടന്നുപോയി. ഒരിക്കൽ ഞാൻ വേദാട അധ്യാപകനുമായി അതിനുശേഷം സംസാരിക്കാനിടയായപ്പോൾ അദ്ദേഹത്തോട് ഈ യുവാവ് പറഞ്ഞ കാര്യം ഞാൻ പങ്കുവച്ചു. ഉടനെ അദ്ദേഹം എന്നോട് പറയുകയാണ്, മറ്റൊരു ഇടവക പള്ളിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു 70-ലധികം പെൺകുട്ടികൾ പോയി എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ ഇത് കേട്ട് ശീലമായിരിക്കുകയാണ്. ഒരു 60 വയസ്സിന് താഴേക്ക് നിൽക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് പൊതുവിൽ പറഞ്ഞാൽ മക്കളെ പേടിക്കുന്നവരാണ്. മക്കൾക്ക് വേണ്ടി പണിയെടുക്കണം, അധ്വാനിക്കണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്നറിയാം, ചെലവിന് കൊടുക്കണമെന്നറിയാം, ചെല്ലുവിളികൾ പഠിപ്പിക്കണമെന്നറിയത്തില്ല, പേടിയാണ്. ഇനി നടക്കുമല്ലോ, കാരണം ഒട്ടുമിക്ക മക്കൾക്കും 10, 15, 18, 17, 20 വയസ്സായി. കതിരെ കൊണ്ട് വളം വെച്ചാൽ നടക്കുമോ? ഇല്ല, ഇനി വഴങ്ങില്ല, വഴങ്ങേണ്ട പ്രായത്തിൽ വഴക്കിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നന്മതിന്മകൾ പറഞ്ഞു കൊടുക്കുവാനും കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ, സ്വഭാവ രൂപീകരണമാണ് മാതാപിതാക്കളുടെ ഒന്നാമത്തെയും അവസാനത്തെയും കടമയെന്ന് നമ്മൾ ഈ യുഗത്തിൻ്റെ മാതാപിതാക്കൾ, ഞാനും നിങ്ങളും അടങ്ങുന്നവർ മറന്നുപോയി. പിന്നെ ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും, ഞങ്ങളെ ആരും നന്നാക്കണ്ട, ഞങ്ങൾ പള്ളിയിൽ പോക്കും പ്രാർത്ഥനയുമുള്ളവരാണ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്മുടെ മക്കൾക്ക് ഇഷ്ടം. കൂട്ടായ്മ വന്നാലേ അയൽവക്കത്തെ ചേട്ടൻ പറയും അതിഷ്ടമില്ല. അപ്പം മക്കളുടെ ഇഷ്ടത്തിന് നിന്നു കൊടുക്കുന്ന മാതാപിതാക്കളായി ഞാനും നിങ്ങളും മാറി. അങ്ങനെ ക്യാരക്ടർ, സ്വഭാവ രൂപീകരണമല്ല, മറിച്ച് കരിയർ ഓറിയൻറ്റഡായി. നല്ല ക്യാരക്ടറും തൊഴിലും അറിയാവുന്ന വ്യക്തിക്ക് പണം തന്നെ വന്നോളൂ എന്ന് മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചില്ല. ഇത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന്. ഇനി ആത്മീയ മേഖലയിൽ നിന്ന് നോക്കിയാലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എന്താണ്? ക്രിസ്ത്യാനിറ്റിയുടെ ഇൻക്ലൂസീവ്നെസ്സാണ് പഠിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ മതേതരമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ മക്കൾക്ക് കൃത്യമായി കിട്ടേണ്ട ഒരു പരിശീലനമുണ്ട്, ഒരു പ്രബോധനമുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമേ എന്തുള്ളൂ? മതേതരത്വം ഉള്ളൂ. നോ അതർ റിലീജിയൻ. മറ്റൊരു റിലീജിയനിലും മതേതരത്വം ഇല്ല. അവിടെ ഒന്നല്ലെങ്കിൽ ജാതിപരമായി വേർതിരിക്കും, അല്ലെങ്കിൽ മതപരമായിട്ട് വേർതിരിക്കും. തങ്ങളുടെ മതത്തിൽപ്പെട്ടവർ, പെടാത്തവർ, തങ്ങളുടെ ജാതിയിൽപ്പെട്ടവർ, പെടാത്തവർ. ക്രിസ്തുവിലും ക്രിസ്ത്യാനിറ്റിയിലും മാത്രമേ ജാതിയും മതവും ഇല്ലാത്തതുള്ളൂ, മതേതരത്വമുള്ളൂ. അത് ക്രിസ്ത്യാനിറ്റിയുടെ എക്സ്ക്ലൂസീവ്നെസ്സാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ സവിശേഷത നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്ന് നമുക്കറിയാം. കാരണം ഒന്ന് യാദൃശ്ചികമാണ്, അത്രത്തോളം വെൽ പ്ലാൻഡാണ്. ഒരു ഡിസൈനർ ഇതിന് പിന്നിലുണ്ട്, അത് നമുക്കറിയാം. അപ്പം ആ വെളിപ്പെടുത്തപ്പെട്ട ഇന്നുള്ള മതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും തർക്കിക്കാൻ ഇടമില്ലാത്ത വിധം മഹനീയവുമായത് ക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് മക്കളെ. അപ്പോൾ ക്രിസ്തു വെളിപ്പെടുത്തിയതിനേക്കാളും നല്ലൊരു മതമോ നല്ല ദൈവസങ്കല്പമോ വരുമ്പോൾ മാത്രം നമുക്ക് പരിശോധിക്കാമെന്ന് എൻ്റെ കൂട്ടുകാരോട് പറയണം. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ എക്സ്ക്ലൂസീവ് സവിശേഷത, ക്രിസ്ത്യാനിറ്റിയുടെ സവിശേഷത, ക്രിസ്ത്യാനിറ്റിയുടെ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക അനിവാര്യത, ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥ, ഇതൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല മക്കളെ. പിന്നെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? പോയി വീഴും. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ മതപരമായ മേഖലയിൽ ഏറ്റവും ബലഹീനരും നിഷ്കളങ്കരുമായിരിക്കുന്ന നമ്മുടെ മക്കളാണ്. അവർക്കറിയില്ല. മറ്റു മതസ്ഥർ പഠിപ്പിക്കുന്ന കേൾപ്പിക്കാം എങ്ങനെയാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് എന്ന്. പിന്നെ മറ്റൊന്ന്, ബൈബിളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, നമുക്ക് ആർക്കും തന്നെ, ഞാനടങ്ങുന്ന ക്രൈസ്തവ ലോകത്തിന് ഇഷ്ടമില്ല. എന്താണെന്നറിയാമോ? ക്രിസ്തുവിനൊരു സാമൂഹ്യ രാഷ്ട്രീയ മുഖമുണ്ട്. അത് നമ്മൾ ആരും പറയല, ഇഷ്ടമില്ല. കാരണം അത് ജെറാൾഡിൻ്റെ മേൽ ബൈൻഡിങ്ങാണ്. ചില കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടി വരും, ചിലത് ഞാൻ ഉറക്കെ പറയേണ്ടി വരും. ആ ക്രിസ്തുവിനെ ജെറാൾഡിന് ഇഷ്ടമില്ല. ക്രിസ്തുവിനെ രക്ഷകനും ദൈവവുമായി മാത്രം കൊണ്ട് നടക്കാനേ ജെറാൾഡിനെ പോലെയുള്ള ഈ കാലഘട്ടത്തിൻ്റെ മാതാപിതാക്കൾക്ക്, ഭക്തർക്ക് താല്പര്യമുള്ളൂ. അവിടെ വിഷമമൊന്നുമില്ല. എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കിക്കേ, ദേവാലയത്തിൽ ചാട്ടവാറെടുക്കേണ്ട സമയത്ത് അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തു. അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു. അപ്പോൾ ഇടവക ജീവിതം എന്തിനാണെന്ന് അപ്പസ്തോലന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇക്കാരണത്താൽ നിങ്ങളുടെ സുഹൃതത്തെ, എന്തിനാണ് ഭക്തി എന്ന് പത്രോസ് അപ്പസ്തോലൻ 2-ാമത്തെ ലേഖനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ അപ്പസ്തോലൻ, യാക്കോബ് അപ്പസ്തോലൻ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാക്ഷ്യമാകാത്ത ഇടവകയിൽ ചാട്ടവാറെടുക്കുവാൻ ജെറാൾഡ് അടങ്ങുന്നവർ തയ്യാറല്ല. വികാരിയച്ഛൻ പിണങ്ങും, കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും പിണങ്ങും. പക്ഷെ ക്രിസ്തുവിന് ആ ഭയമില്ലായിരുന്നു. ഇത് നമ്മൾ പഠിപ്പിക്കുകയല്ല. ധ്യാനഗുരുക്കന്മാർ വചനവേദിയിൽ ഇത് പഠിപ്പിക്കുമോ? ഇടവകയിൽ ചാട്ടവാറെടുക്കണം പഠിപ്പിക്കുന്ന അച്ഛന്മാർ ഇപ്പോൾ ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരെന്നോട് പൊറുക്കുക.
നമ്മളിത് പറയുകയില്ല. ഇപ്പം ഇടവക സാക്ഷ്യമാകാത്തതിൻ്റെ പേരിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, ഇടവക സാക്ഷ്യമാകാത്തതിൻ്റെ പേരിൽ കൗദാസിക ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇടവക. കൂദാശകളും പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുകയും കൂദാശകളിലും പാരമ്പര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ കണ്ടെത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, സാമ്പത്തികമായി മാനസികമായി ആത്മീയമായി ഞെരുങ്ങുന്നവരെ പുനരധിവസിപ്പിക്കുക, ഇതാണ് അടിസ്ഥാന കടമ. ഇത് ചെയ്യാത്ത ഇടവകയിൽ ഇടപെടുവാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഇല്ല. അതാണ് ക്രിസ്തു ചാട്ടവാറെടുത്തു. മതനേതാക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ധൈര്യപൂർവ്വം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിമർശിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഇല്ല. പിണങ്ങും. പിന്നെ ചിലർക്ക് അന്ധവിശ്വാസം, ശാപം കിട്ടും. പിന്നെ ഞങ്ങൾ രക്ഷപ്പെടും. ഇത് നമ്മൾ പഠിപ്പിക്കുകയോ പരിശീലിപ്പിക്കുകയോ ചെയ്യുകയല്ല. വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് വിളിച്ചു കർത്താവ്. നമ്മളിത് വിളിക്കുകയല്ല, പേടിയാ, ശാപം കിട്ടുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന് ചോദിക്കട്ടെ, ഈ പുരോഹിതരെ വിമർശിച്ച കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാമോ? നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു, അവർ പറയുന്നവ നിങ്ങൾ അനുസരിക്കണം. പക്ഷെ അവരുടെ പ്രവൃത്തി നോക്കണ്ട. കൃത്യമായി പറഞ്ഞു, വേർതിരിച്ചു. കളയും വിളയും കർത്താവ് വേർതിരിച്ചു കൊടുത്തു. നമ്മൾ കളയും വിളയും വേർതിരിക്കുന്നുണ്ടോ? സുവിശേഷം വ്യാഖ്യാനിച്ച് വേർതിരിച്ചു കൊടുക്കുന്നുണ്ടോ? കളയും വിളയും തിരിച്ചറിഞ്ഞ് കളയെ കളയെന്ന് വിളിക്കേണ്ട സമയത്ത് വിളിക്കുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് ദൗത്യമുണ്ടെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ മുഴുവൻ സമൃദ്ധിയുടെ സുവിശേഷം വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പ്രമാണങ്ങൾ പാലിച്ച് ഈ ലോകത്തിൽ ഭൂമിക്ക് ഉപ്പും ലോകത്തിൽ പ്രകാശവും മാറാൻ വിധിക്കപ്പെട്ടവനാണ്, വിധിക്കപ്പെട്ടവളാണ് ക്രിസ്ത്യാനി എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ക്രിസ്തു വ്യക്തമായത് പഠിപ്പിച്ചു. ഇനി വിളയുടെ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിച്ചില്ലേ? ഭൃത്യന്മാർ വന്നിട്ട് പറഞ്ഞു, യജമാനനെ, നമ്മൾ വയലിൽ നല്ലതല്ലേ വിതച്ചത്, രാത്രി കള്ളം വന്നിട്ട് നമ്മൾ ഉറങ്ങിയപ്പോൾ കള വിതച്ചു. അപ്പം കള്ളൻ ആരാണെന്നും കള എന്താണെന്നും ഈ യജമാനൻ തൻ്റെ ഭൃത്യരെ പഠിപ്പിച്ചിരുന്നു. കർത്താവ് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചു കള്ളൻ ആരാണെന്നും കള ഏതാണെന്നും. പറിക്കണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ശരിയാണ്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കള പറിക്കാൻ ക്രിസ്ത്യാനിയോട് പറഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷേ കളയേത് വിളയേത് എന്ന് ക്രിസ്തുവും അപ്പസ്തോലന്മാരും കൃത്യമായി നമ്മെ പഠിപ്പിച്ചിരുന്നു. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ അവർക്ക് കളയും വിളയും തിരിച്ചറിയത്തില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഹെറോദോസിൻ്റെ ഇതിലൂടെ നോക്കിക്കേ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ മുഖ്യമന്ത്രി ഹെറോദോസിനെ കുറുക്ക എന്ന് വിളിച്ചു. അനീതി ചെയ്ത മുഖ്യമന്ത്രിയെ കുറുക്ക എന്ന് വിളിച്ചു. ഇന്നെന്താ പറയുന്നറിയോ? അയ്യോ, അത് വിളി വേറെയാണേ, അത് വ്യത്യസ്തമായ ദൗത്യമാണ്. കേട്ട് മടുക്കുകയാണ്. ക്രിസ്ത്യാനിറ്റിക്ക് ഒരു സമഗ്രതയുണ്ട്. ഒരാളൊരു മേഖല തിരഞ്ഞെടുക്കുക, തർക്കമൊന്നുമില്ല. പക്ഷെ ആ മേഖല തിരഞ്ഞെടുക്കുമ്പോഴും അകവും പുറവും ആ വ്യക്തി ക്രിസ്ത്യാനിയാണ്. എന്നാൽ ഈശോയ്ക്ക് പറയത്തില്ലേ, ഹെറോദോസിൻ്റെ കാര്യമൊന്നും എൻ്റെ വിഷയമല്ല, ദേവാലയത്തിലെ കാര്യമൊന്നും എൻ്റെ വിഷയമല്ല, ഞാൻ പുതിയ സുവിശേഷം പറയാൻ വന്നതാണെന്ന് പറയത്തില്ലേ? അങ്ങനെയൊരു സംഭവം ക്രിസ്ത്യാനിറ്റിയിലില്ല. സമഗ്രതയാണ്. ഇത്രവും കുലീനവും ഇത്രയും സമഗ്രതയുള്ളതും സർവ്വകാലങ്ങളെയും ദേശങ്ങളെയും അതിജീവിക്കുന്നതുമായൊരു പ്രത്യയശാസ്ത്രം, ഒരു ആശയം, ഒരു ദൈവത്വം വേറെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഹെറോദോസിനോട് പറഞ്ഞു, കുറുക്ക, ഇന്നും നാളെയും മറ്റന്നാളും ഞാനിവിടെ ഉണ്ടാകും. നാടൻ ശൈലിയിൽ പറഞ്ഞാൽ നിനക്ക് സാധിക്കുന്നത് ചെയ്യുക, പേടിച്ചോടുന്നവനൊന്നുമല്ല. നീ സ്നാപകൻ്റെ തലവെട്ടി എന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഐ വിൽ ബി ഹിയർ, ഞാനിവിടെ ഉണ്ടാകും. വ്യക്തമായി പഠിപ്പിക്കുക. നമ്മളിത് പറയുമോ? ക്രിസ്തുവിൻ്റെ ഈ മുഖം നമ്മൾ പഠിപ്പിക്കാൻ ഒരിക്കലും. ദൈവത്വവും രക്ഷകനും എന്ന അവസ്ഥ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. അനുകരണീയമായൊരു മാതൃക ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവെന്ന് പറയുന്ന ക്രിസ്തുവിനെ മാത്രം നമ്മൾ പഠിപ്പിക്കുകയല്ല. ഇനി ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നോക്കിയാൽ സീസറിന് നികുതി കൊടുക്കണമെന്ന് ചോദിച്ചു. ഇന്ന് പലരും ചോദിക്കട്ടെ, ആർക്ക് വോട്ട് ചെയ്യണം? ഇവിടെ വെറുപ്പിൻ്റെ പൊതുഭോഗമാണ്. പീഡിപ്പിക്കുന്നവരോട് വെറുപ്പാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമ്പൂർണ്ണ ശുശ്രൂഷകർ പോലും പ്രകടിപ്പിക്കുകയാണ്. ഇത് പറയുമ്പോൾ അന്നേരം എന്ത് ചെയ്യുമെന്നറിയാമോ? ചാപ്പൂത്തുക. വെറുപ്പിൻ്റെ പൊതുബോധം സൃഷ്ടിക്കുകയാണ്. സീസർ നികുതി കൊടുക്കുന്നത്. സീസർ യഹൂദരെ അടിമയാക്കി വെച്ചിരിക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ പ്രതിനിധിയാണ്. കർത്താവ് പറഞ്ഞു, അതൊക്കെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ, അത് കൊടുത്താരെ എന്ന് പറഞ്ഞു. കർത്താവിനെ വേണമെങ്കിൽ അന്നേരം ചാപ്പ കുത്താമായിരുന്നല്ലോ. സീസറിന് കൊടുത്തേരെ എന്ന് പറഞ്ഞു. പുരോഹിതരെ വിമർശിച്ചു. എന്നാൽ കുഷ്ഠരോഗിയോട് എന്തു പറഞ്ഞു? നീ പോയി മോശയുടെ നിയമത്തിൽ അനുശാസിക്കുന്നത് പോലെ നിന്നെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുകയും അവർ കൽപ്പിക്കുന്നവ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് വിമർശകരുണ്ട്. കർത്താവ് വിമർശനം നടത്തിയെന്ന് ഓർത്തുകൊണ്ട് അധികാരിയെ ചോദ്യം ചെയ്യുകയോ വെറുപ്പിൻ്റെ പൊതുബോധം സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്, പുരോഹിതരെയും മതനേതാക്കളെ വിമർശിച്ച് കർത്താവ് പള്ളിപ്പോക്ക് നിർത്തിയിട്ടില്ല.
അപ്പോൾ വിമർശനം എവിടെ വരെ ആകണം, എന്തൊക്കെയാകണമെന്ന് പഠിപ്പിച്ചു. അപ്പോൾ കളയെന്നും വിളയെന്നും വിളിക്കാൻ പഠിപ്പിച്ച കർത്താവ് നിയമം കയ്യിലെടുത്തില്ല. അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇത് കൃത്യമായി പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ്. അവരോടെല്ലാം ശരി, എല്ലാം ശരി, ക്ഷമ സഹനം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ സുവിശേഷം എന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തരുന്ന മക്കളെ സ്വീകരിച്ചുകൊണ്ട് ഭൂമിയുടെ ഒപ്പം ലോകത്തിൻ്റെ പ്രകാശമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. താൻ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു മനുഷ്യൻ മുഖാന്തരം ലോകത്തെ വിധിക്കാൻ വരുന്നു. അപ്പോൾ അന്ത്യവിധിക്ക് ഒരുങ്ങുവാനും അവനവൻ്റെ വിധിക്ക് ഒരുങ്ങുവാനും ഭൂമിയുടെ ഒപ്പം ലോകത്തിൻ്റെ പ്രകാശവുമായി മാറാൻ പഠിപ്പിക്കാതെ നമ്മളിങ്ങനെ സുഖമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് പോവുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട് പോകും. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്, അവർക്കതറിയില്ല. ഇനി മറ്റ് മതസ്ഥർ പഠിപ്പിക്കുന്ന 2-3 വീഡിയോ ഒന്ന് കേൾപ്പിക്കാം. എൻ്റെ സുഹൃത്ത് പറഞ്ഞ ചോദ്യത്തിന് ഞാൻ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്? ഒന്നുകിൽ ഇവിടെ കുന്നംകുളത്തുള്ള ഇന്ന പ്രസ്സിൽ അത് കിട്ടും എന്ന് എനിക്ക് പറയാൻ കഴിയണം. ബൈബിളിനെ കുറിച്ചാണ്, ബൈബിൾ തിരുത്തിയതാണ് എന്ന് എം അക്ബർ സഹോദരൻ പറഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട ക്രിസ്ത്യൻ സഹോദരൻ, പാവപ്പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന സാമ്പത്തികമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ അറിയാം, എം അക്ബറിനോട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ ബൈബിൾ തിരുത്തിയതാണെന്ന് പറഞ്ഞാൽ തിരുത്താത്തത് കാണിച്ചു തരണ്ടേന്ന് ചോദിക്കുക. അപ്പോൾ എം അക്ബർ ഇത് പറയുമ്പോൾ നമുക്ക് വർഗീയതയല്ല, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. അങ്ങനെയെങ്കിൽ ഈ മതത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാലേ അറിയത്തുള്ളൂ. അപ്പോൾ എം അക്ബറിന് ഈ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇത് വർഗീയതയല്ലെങ്കിൽ നമുക്കും ഈ സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തിടത്താണ് അപകടം ഇരിക്കുന്നത്. ബാക്കി കേട്ടോളൂ. അപ്പോൾ ഒറ്റ വാക്കിലായി. അതല്ലെങ്കിൽ എവിടെയും കിട്ടൂല എന്ന് പറയാൻ പറ്റണം. അപ്പോൾ ഒറ്റ വാക്കിലായി. അപ്പൊ എന്തുകൊണ്ട് കിട്ടില്ല എന്ന് പറയേണ്ടത് എൻ്റെ ബാധ്യതയായി. ആ ബാധ്യത നിർവഹിക്കുമ്പോൾ ഒരല്പം നീണ്ടുപോയാൽ അതാ തിരുത്തപ്പെടാത്ത ബൈബിൾ ഇല്ല എന്ന് എം അക്ബർ പറഞ്ഞു വെക്കുന്നത്. അത് ചോദ്യത്തിൻ്റെതാണോ ഉത്തരത്തിൻ്റെതാണോ കുഴപ്പമെന്ന് എൻ്റെ സുഹൃത്ത് തന്നെ തീരുമാനിച്ചാൽ മതി. ഇവിടെ പ്രശ്നം എവിടെയാണ് ഒറിജിനൽ ബൈബിൾ കിട്ടുക. ഒറിജിനൽ ബൈബിൾ എന്നൊരു ഗ്രന്ഥം ഉണ്ടായിട്ട് വേണ്ടേ ഇത് കിട്ടാൻ? കേട്ടോ, ഇതാണ് എം അക്ബർ സാഹിബ് തൻ്റെ വിശ്വാസികളെ പരസ്യമായി പഠിപ്പിക്കുന്നത്. ഒരു കാര്യം പറയാം, ഇവിടെ എം അക്ബർ സഹോദരനോട് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. കാരണം എൻ്റെ വിശ്വാസത്തെ ബൈബിളിന് പുറത്ത് വിമർശനാത്മകമായി സമീപിക്കുന്ന മതമാണ് ഇസ്ലാം. അപ്പം അതുമൂലം എൻ്റെ വിശ്വാസത്തിൻ്റെ ആധികാരികത, ഭൗതികമായ രീതിയിലുള്ള ആധികാരികത വർദ്ധിച്ചു. ആത്മീയ തലത്തിൽ എനിക്ക് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ല, എം അക്ബറിൻ്റെ സാക്ഷ്യം ആവശ്യമില്ല. പക്ഷേ ഭൗതിക ലോകം ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനും തെളിവുണ്ടോ ബൈബിളിന് പുറത്തെന്ന് ചോദിക്കുന്നവർക്ക് ഏറ്റവും ആധികാരികമാണ് ഇസ്ലാം. കാരണം അത് നിഷേധിക്കുകയാണ്. ഉള്ളതുകൊണ്ടാണല്ലോ നിഷേധിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നിഷേധിക്കുന്നത് പുതിയതങ്ങ് പറഞ്ഞാൽ പോരെ. ഞങ്ങൾക്കൊരു മതമുണ്ട്, ഇങ്ങനെ ജീവിച്ചാലുണ്ടെന്ന് പറഞ്ഞാൽ പോരെ. അതല്ല. അപ്പോൾ ഇതിനെ നിഷേധിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ക്രിസ്ത്യാനിറ്റി നിഷേധിക്കുന്നതിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി രചിക്കപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഇത്രയും നല്ലൊരാശയത്തെ, ഇത്രയും നല്ല ദൈവത്തെ നിഷേധിക്കുന്ന ഒരു പ്രസ്ഥാനം കടന്നു വന്നല്ലോ. അപ്പോൾ എം അക്ബർ സഹോദരനോട് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് നന്ദിയുണ്ട്. ഇനി വേറെ 1-2 കേൾപ്പിക്കാമേ. നബിയുടെ സമുദായത്തിൽ പറഞ്ഞ ആളുകൾക്ക് യോജിച്ചതായിരുന്നു. ഈ തൗറാത്തിൽ പറഞ്ഞ നിയമങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിന് യോജിച്ചതായിരുന്നു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിന് യോജിച്ചതായിരുന്നു. സബൂറിൽ പറഞ്ഞത് ഈസാ നബിയുടെ സമുദായത്തിൽ പറഞ്ഞ ആളുകൾക്ക് യോജിച്ചതായിരുന്നു. ഇഞ്ചീലിൽ പറഞ്ഞത്. അതായത് 3 കാര്യങ്ങളാണ്: തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ. തൗറാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന പഴയ നിയമത്തിൻ്റെ നിയമത്തിലെ മോശയുടെ നിയമങ്ങളും കൽപ്പനകളും മോശയുടെ കാലത്തേക്കായിരുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ കാലത്തേക്ക്. സങ്കീർത്തനങ്ങൾ തന്നെ ഒരു ആരാധനാ ഗീതമാണ്. അപ്പോൾ ഒരു കാലത്തേക്കാണെന്നൊക്കെയാണ് ഈ പാവം കുഞ്ഞുങ്ങളെ പറ്റിക്കുക. ചെറുപ്പത്തിൽ തന്നെ കുത്തിവെക്കുക അത്. ഇനി ഇഞ്ചിയിൽ നിന്നുള്ളവർ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ വായിച്ചു വരുന്ന പുതിയ നിയമം അത് യേശുവിൻ്റെ ആൾക്കാർക്കുള്ളതായ അന്നത്തെ യേശുവിൻ്റെ കാലത്തേക്കായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇതെല്ലാം കഴിഞ്ഞു, ഇനി നമ്മുടേത് മാത്രമേ ഉള്ളൂ എന്ന് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് നല്ലൊരു ദൈവമുണ്ട്, നമുക്കിങ്ങനെയാണ് നമ്മുടെ ദൈവം, നമ്മുടെ പ്രവാചകൻ ഇങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ പഠിപ്പിക്കണമെന്നല്ല, മറിച്ച് ഇവരുടെ മതത്തെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നുവെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ഇതാണ് ചോദ്യം. ബാക്കി കേട്ടോളൂ. മനസ്സിലായിട്ടുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ബാക്കി വായിക്കാം. അവരുടെ നബിമാർക്ക് ശേഷം അവ മാറ്റിമറിക്കപ്പെടുകയും ഹലാലുകൾ ഹറാമാക്കപ്പെടുകയും ഹറാമുകൾ ഹലാലാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഓരോ നബിമാരുടെ കേട്ടോളൂ. കഴിഞ്ഞപ്പോ അവരുടെ കിതാബുകളൊക്കെ എന്ത് ചെയ്തു? ആളുകൾ മാറ്റാൻ തുടങ്ങി.
ആളുകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യരുത്, അപ്പൊ അത് എനിക്ക് യോജിച്ചതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പോയിട്ട് മാറ്റിയിട്ട് അത് വേറെ രൂപത്തിലാക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിൽ ഇടപെട്ടു. എന്നിട്ട് അവരുടെ കിതാബുകൾക്ക് എന്ത് ചെയ്തു, മാറ്റിമറിച്ചു. അപ്പൊ ഹലാലിനെ ഹറാമാക്കി, ഹറാമിനെ ഹലാലാക്കി, അവർക്ക് തോന്നിയ രൂപത്തിലൊക്കെ എന്ത് ചെയ്തു, കൈകടത്തലുകൾ നടത്തി. അതാണ് പറയുന്നത്. പക്ഷേ ഇനി പറയുന്നത് നോക്കേ, ഖുർആൻ എല്ലാ കാലക്കാർക്കും എല്ലാ ദേശക്കാർക്കും വേണ്ടി ഇറക്കപ്പെട്ടതാണ്. ഖുർആനിന്റെ അവതരണത്തോടെ മറ്റു കിതാബുകളും ഏടുകളുമെല്ലാം ദുർബലപ്പെട്ടതാകുന്നു. എങ്ങനെയുണ്ട്? ഇതാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പഠിപ്പിക്കണം ഞാൻ പറഞ്ഞ, മറ്റു മതസ്ഥരെ കുറ്റം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കണം ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റ് മതസ്ഥർ അവരുടെ മതങ്ങളെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നുവെന്നുള്ള അവരുടെ ആധികാരിക പ്രമാണരേഖകളും പുസ്തകങ്ങളും അവരുടെ ഉസ്താദുമാരുടെ ആധികാരികതയുള്ള ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചിട്ട് എന്താണ് അവരുടെ മതം അവരെക്കുറിച്ച് പറയുന്നത്, എന്താണ് അവരുടെ മതത്തിൻ്റെ സ്വർഗസങ്കല്പം, എന്താണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി, എന്താണ് ഇവർ പഠിപ്പിക്കുന്നത്, ഈ വക കാര്യങ്ങൾ അറിയണ്ടേ? ഇതൊന്നും അറിയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻക്ലൂസീവ്നെസ്സും പഠിച്ച് പുറത്തോട്ടിറങ്ങുക, മതേതര ക്രിസ്ത്യാനിറ്റിയുമായിട്ട് പുറത്തോട്ടിറങ്ങുകയാണ്. ആ മക്കളെ കാത്തിരിക്കുന്നത് ഇത്തരം പ്രബോധനങ്ങൾ, ശിക്ഷണങ്ങൾ ലഭിച്ച മക്കളാണ്. ഇതാണ് ദുരന്തം. മറ്റൊരെണ്ണോടെ കേൾപ്പിക്കാം. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ക്രിസ്തു പ്രവാചകനാണ് എന്നുള്ള തത്വം പറയുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞവർ വഴിപിടച്ചു പോയിരിക്കുന്നു എന്നും ഖുർആൻ പറയുന്നു. ഗസയിൽ നടക്കുന്ന യുദ്ധം ഇമാം അക്ബർ സാഹിബ് പറയുകയാണ്. ഇവിടെ നമ്മുടെ ഇമാം അക്ബർ സഹോദരൻ പറഞ്ഞതിനകത്ത് യാതൊരു അതിശയവുമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നോക്കിക്കോളൂ, അൽ ഫാത്തിഹയാണ് ഇദ്ദേഹം പറഞ്ഞത്. അൽ ഫാത്തിഹ ഖുർആൻ്റെ 1-ാം അധ്യായം. ഇവിടെ നോക്കിക്കോളൂ, ഞങ്ങളെ നേർമാർഗത്തിൽ സഞ്ചരിപ്പിക്കണമേ. ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. താഴോട്ട് വരുമ്പോൾ അതിൻ്റെ കെണി വരുന്നത് നോക്കിക്കോണേ. നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായവരുടെ മാർഗത്തിലും നിൻ്റെ കോപമിറങ്ങിയവരുടെയും വഴിപഴിച്ചവരുടെയും മാർഗത്തിലല്ല. അതിൻ്റെ വ്യാഖ്യാനമാണ് ഇപ്പോൾ ഇമാം അക്ബർ പറഞ്ഞു തന്നത്. വഴിപഴിച്ചവരാരാണ്? യേശുവിനെ രക്ഷകനായി ആരാധിക്കുന്ന ക്രൈസ്തവർ എന്നാണ് ഇവിടെ ഇമാം അക്ബർ സാഹിബ് പഠിപ്പിക്കുന്നത്. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് മേടിച്ച് കുഞ്ഞുങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി. അതേപോലെ ഇത്തരം ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേൾപ്പിക്കുക. അല്ല ക്രിസ്ത്യാനിവരെ വിമർശിക്കുക, പഠിപ്പിക്കുക വേണ്ട. അതും വേണ്ട, അതും വേണം, നമുക്ക് ഒഴിവാക്കാം. പക്ഷേ അവരുടെ തന്നെ ആധികാരിക പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ഇത് മലയാളത്തിൽ വായിച്ചപ്പോൾ ഇത് തന്നെയാണ് സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അൽ ഫാത്തിഹയുടെ വ്യാഖ്യാനവും തന്നെയാണ് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ? ഇവിടെയാണല്ലോ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ അപ്പോസ്തലന്മാർ നമുക്ക് മാതൃകയാക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുന്നവരെക്കുറിച്ച്, ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ശക്തമായിട്ട് ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു മാലാഖയോ പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കട്ടെ എന്ന് പൗലോസ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനി യോഹന്നാൻ അപ്പോസ്തലൻ നൽകുന്ന മുന്നറിയിപ്പ് ഏറ്റവും ശക്തവും വ്യക്തവുമാണ്. ഒരു വിധത്തിലും സംശയത്തിനിടയില്ലാത്ത വിധമാണ് തൻ്റെ ജനങ്ങളെ, തൻ്റെ വിശ്വാസികളെ, ഇടവക ജനത്തെ അപ്പോസ്തലൻ പഠിപ്പിക്കുക. കേട്ടോ, വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണിവർ. ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്തിക്രിസ്തുവും എതിർ ക്രിസ്തുവും എന്ന് പറയണം. ഈ അന്തിക്രിസ്തു എന്ന് പറയുമ്പോൾ അവസാനം വരാനിരിക്കുന്ന ആരാണെന്ന് ധാരണയാണ് വരുന്നത്. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ വിരുദ്ധമായി ദൈവീകത. ക്രിസ്തു നമ്മളെ കർത്താവ് പഠിപ്പിച്ചെന്നതാ, ദൈവം സ്നേഹം, എൻ്റെ സ്വർഗസ്നായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ പരിപൂർണനായിരിക്കുന്നത് നിങ്ങൾ പരിപൂർണരായിരിക്കും. ഇതാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവം. ഇതിന് വിരുദ്ധമായ ക്രിസ്തു പഠിപ്പിച്ചത് വചനം മാംസം ധരിച്ച് മനുഷ്യനായി മാറി കാണിച്ചു തന്നു. അപ്പം അതിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നവരാണ് ആരാണ്? വഞ്ചകനും എതിർ ക്രിസ്തുവും. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. എത്ര വ്യക്തമാണ് പഠിപ്പിക്കുന്നത്. അപ്പം ലോകത്ത് എന്തുണ്ട്? തിന്മയുടെ ശക്തിയും നന്മയുടെ ശക്തിയുമുണ്ട്, ഇരുട്ടും വെളിച്ചവുമുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ ഇത് വ്യക്തമായി പറയട്ടെ, ഒരു കാരണവശാലും മറ്റു മതങ്ങളെ വിമർശനാത്മകമായി പഠിപ്പിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ യാതൊരു ലക്ഷ്യവും എനിക്കില്ല, ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് ആ മതങ്ങൾ അവരെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. യുക്തിവാദികൾ എന്ത് പഠിപ്പിക്കുന്നു, നിരീശ്വരവാദികൾ എന്ത് പഠിപ്പിക്കുന്നു, സ്വതന്ത്ര ചിന്തകരെന്ത് പഠിപ്പിക്കുന്നു, LGBTക്കാരെന്ത് പഠിപ്പിക്കുന്നു, LGBTQക്കാരെന്ത് പഠിപ്പിക്കുന്നു, LGBTQ+കാരെന്ത് പഠിപ്പിക്കുന്നു, ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇവരെ കാത്ത് പുറത്ത് ലോകം കെണിയൊരുക്കി കാത്തിരിക്കുക. സ്നേഹമല്ലേ, ക്ഷമയല്ലേ, മനുഷ്യനായാൽ പോരെ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ.
ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്. ശരിക്കും പറഞ്ഞാൽ ശത്രുവാരം മിത്രമാര്, ഇരുട്ടേത് പ്രകാശമേത്, കളയേത് വിളയേതെന്നറിയത്തില്ലാത്ത അവസ്ഥയിൽ നീങ്ങുകയാണ്. കള പറിക്കേണ്ടതില്ല, പക്ഷേ കളയെ തിരിച്ചറിയാനെങ്കിലും നമ്മൾ പഠിപ്പിക്കണം.